ഇതാണ് രാവിലത്തെ ഫുഡ്. പൂരിയും ഇന്നത്തെ അയിലക്കറി ബാക്കിയുണ്ട്. അപ്പം അതും ഒറ്റക്കന്നെ ഉണ്ടാക്കണം. ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്യണം. ഉണ്ടാക്കണമെന്നല്ല, കൈകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യണം. ആരും ഹെൽപ്പിനില്ല. ഫോൺ പിടിച്ചു തരാൻ. അപ്പം നമുക്ക് തീ കൂട്ടാം. നന്നായി ചൂടായി വന്നിട്ടുണ്ടത്. ചെറുതായിട്ട് നോക്കിക്കൊണ്ട് തീ ഇച്ചിരി വെള്ളമുള്ള കാരണം നൈസായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. കുറച്ച് പോയിട്ടുണ്ടാക്കുള്ളൂ, അധികം ഉണ്ടാക്കില്ല. ചോറിൻ്റെ പണിയുടെ നടക്കുന്നുണ്ട്, കോഴിപ്പണി നടക്കുന്നുണ്ട്, എല്ലാ പണി രാവിലത്തെ നടക്കുന്നുണ്ട്. കറി തളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്താ പൊള്ളച്ചേരുന്നുണ്ട്. ഇനി മാവ് വെക്കാൻ പോവാണ്, പ്രസ് ചെയ്യാൻ പോവാണ്. കറി തിളച്ചിട്ടുണ്ട്. എന്തായാലും കറി ഓഫ് ചെയ്യാൻ പോവാണ്. ഇതിനൊരു സൈഡിൽ തന്നെ ഇടും. പൂരി ഭയങ്കര ഇഷ്ടം. ഇത് നമ്മൾ മൈദയുടെ പൂരി, മൈദ തനിച്ച് കൊടുത്തരുത്. മൈദയും ആട്ടപ്പൊടിയും കൂടിയാണ് ചെയ്യണത്. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത്തിരി ഒരു നുള്ളു പഞ്ചസാര ഇടും. അപ്പം നുള്ളു പഞ്ചസാര ഇടുന്നതനുസരിച്ച് നമുക്ക് ടേസ്റ്റിനും ഒരു മധുരം കിട്ടാനാണ്. ഇത്തിരി മധുരം കിട്ടിയ രസം ഉണ്ടാവും. സൈഡിൽ തന്നെ എന്താണെന്ന് വിചാരിച്ചു. ഇവിടെ നിൽക്കണം, നമുക്ക് സ്പേസ് കിട്ടില്ല. എല്ലാം കൂടി ചെയ്യാൻ കൈകൊണ്ട് ചെയ്യണ്ട. ഞാൻ മാറി വെക്കണം. ചോറിൻ്റെ പണി ഇവിടെ നടക്കലുണ്ട്. കിച്ചനും അലങ്കോലൊക്കെ എടുക്കാട്, പാത്രങ്ങളൊക്കെ ഇട്ട് കറി വെക്കണം. പിന്നെ സ്പെഷ്യൽ ചെമ്മീൻ കറിയാണ്. കഴിഞ്ഞിട്ട് വേണം പൂരിൻ്റെ പണി കഴിഞ്ഞിട്ടണം നമുക്ക് ചെമ്മീൻ കറി വെക്കാൻ. അത് ഉച്ചക്കുള്ളതാണ്. അപ്പം നമുക്ക് കഴിഞ്ഞിട്ട് അത് പൊള്ളച്ച് വരും. കണ്ട നമ്മൾ ഇപ്പം പണി വയറ്റിൽ വരുമ്പോൾ പഠിച്ചിട്ട് വരണം. മനസ്സിലായി? ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ വേണം. ഞാൻ 18 വയസ്സിലും കണ്ടു വന്നതാ കല്യാണം കഴിച്ചിട്ട്.